ഹായ്, ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. മിക്കവാറും എല്ലാവർക്കൊക്കെ പനിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒന്ന് മാറി വരുമ്പോൾ ഒരു ലൈറ്റ് ഫുഡ് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിരിക്കും ആഗ്രഹം. ഇവിടെ ഒരാൾക്ക് നേരെ തിരിച്ചാണ് കേട്ടോ. അച്ഛന് 2 ദിവസം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു പനിയുടെ ചെറിയൊരു അരമ്പൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് മാറി അയാൾക്ക് ഇന്ന് നല്ല ഹെവി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഫുഡ് കഴിക്കണമെന്നാണ് ആഗ്രഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞത് ചിക്കൻ വിങ്സ് ഫ്രൈ ചെയ്ത് കഴിക്കണമെന്നാണ്. അപ്പോൾ അതിനായിട്ടൊരു ഫുൾ ചിക്കനിങ് വാങ്ങിയിട്ട് വന്നു കേട്ടോ. ഷോപ്പിൽ കട്ട് ചെയ്താൽ അവരെല്ലാം കൂടെ ചെറിയ കഷ്ണങ്ങളാക്കുമെന്നും പറഞ്ഞിട്ട് ഫുൾ ലോഡിങ് വാങ്ങിയിട്ട് വന്നു. എനിക്ക് വെറുതെ പണി ഉണ്ടാക്കാനായിട്ട്. എനിക്കാണെങ്കിൽ ഈ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ മീനും ഇറച്ചിയൊക്കെ കട്ട് ചെയ്യുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, ഇതൊക്കെ എത്ര നമ്മൾ സോപ്പിട്ട് കൈ കഴിയാലും അതിൻ്റെ ആ ഒരു സ്മെല്ല് ഇങ്ങനെ മാറത്തില്ലേ. പകലൊക്കെ ആണെങ്കിൽ നമ്മൾ തുണി കഴിയുക, പാത്രം കഴിയുക, എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ ആ സ്മെല്ലങ്ങ് മാറിയത്. ഇപ്പം വൈകിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് തുണിയൊക്കെ കഴുകി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എന്താ പറയുക, അവർ പറയുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ചിക്കനൊക്കെ കട്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ആ 2 വിങ്സൊക്കെ എടുത്തൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇതേപോലെയൊക്കെ ഒന്ന് വരഞ്ഞ് എടുത്തിട്ട് അരപ്പ് തേക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. എൻ്റെ കൂട്ടിന് അക്കുവും വന്നിട്ടുണ്ട്. ഞാൻ എന്തൊരു പണിയെടുത്താലും അതിൻ്റെ ഒരറ്റത്ത് പിടിക്കാൻ അക്കുവും കാണും കേട്ടോ. ആദ്യം എന്തെങ്കിലുമൊക്കെ നന്നായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് അവസാനം എനിക്ക് ബുദ്ധിമുട്ടാകുമ്പം പിന്നെ വഴക്കാവും, അടിയിൽ കലാശിച്ച് വഴക്കിട്ട് പിരിഞ്ഞു പോവേ. അപ്പം വിങ്സിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഞാനൊരിച്ചിരി നമ്മുടെ ഇപ്പി മൂഡ് മസാല ഇല്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനൊരു പ്രാവശ്യം അങ്ങനെ ചെയ്തപ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരിത്തിരി വെളിച്ചെണ്ണയും കൂടെ ഒക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കറി വെക്കാനുള്ള ആ ഒരു ചിക്കന് സവാള എന്നരിയാന്ന് വിചാരിച്ചു. സവാള എല്ലാം കൂടെ ഇതേപോലെ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടോ. ഞാനിപ്പോൾ ഇതൊരു കുറേ നാളുകൊണ്ട് ഉപയോഗിക്കുന്നുണ്ട്. നല്ലൊരു സംഭവമാണ് കേട്ടോ. നല്ല തോരനൊക്കെ അരിയാനായിട്ട് നല്ലൊരു ചോപ്പറാണിത്. ഇത് കിട്ടിയ നാൾ മുതലേ ഞാൻ ഇതിനകത്താണ് ചിക്കനായാലും ചിക്കന് സവാള അരിയുന്നതായാലും തോരൻ അരിയുന്നതായാലും എന്തായാലും ഇതിനകത്തിട്ടാണ് അരിയുന്നത്. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തു. ജസ്റ്റ് ഒന്ന് സവാളയൊക്കെ ഒന്ന് നടുവേ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലിട്ട് ചോപ്പ് ചെയ്തെടുത്താൽ മതി, നന്നായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പം സവാളയൊക്കെ വഴറ്റി ആവശ്യത്തിന് മസാലയൊക്കെ ചേർത്തിട്ട് നമ്മൾ പിന്നെ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ആ ഒരു ആവിയിൽ തന്നെ ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുത്തു. അതിന് ശേഷം ഒരിത്തിരി ചൂടുവെള്ളം കൂടെയൊക്കെ ചേർത്ത് ചിക്കൻ കറിയൊക്കെ ഏകദേശം ഒരു പരുവത്തിലാക്കി. ഒരിത്തിരി ചാറോടുകൂടിയൊക്കെയാണ് കേട്ടോ. കാരണം ഇവിടെ വൈകിട്ട് ചപ്പാത്തി ആയതുകൊണ്ട് ചപ്പാത്തി കഴിക്കാനൊക്കെ എല്ലാവർക്കും നല്ല ചാറ് വേണേ. പിന്നെ ആ ഒരു ചിക്കൻ വിങ്സും വറക്കാനിട്ടു. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈവനിങ്ങിലെ പരിപാടി. അപ്പം നിങ്ങളുടെ പരിപാടികൾ നടക്കട്ടെ. ബൈ.